ജീവനല്ല ഉള്ളതൊക്കെ മയ്യത്ത ബോഡിയാണ്. എവിടെ തപ്പുന്നു അവിടെയൊക്കെ ബോഡിയാണ്, ഉള്ള ബോഡിയാണ്. 18 ബോഡി ഇപ്പോഴും അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ അവിടെ ആർമിയുമില്ല, ഒരാർമിയുമില്ല. നാട് മൊത്തം ദുരിതത്തിലുള്ള സമയത്ത് ഇവനെന്താ ഇവിടെ കിടന്ന് ചിലക്കുന്നതെന്ന് ആരും തോന്നരുത്. ഞാൻ കുറച്ചു മുമ്പ് ഒരു വോയിസ് നോട്ട് കേട്ടു. അതായത് ഒരു സ്ത്രീ പറയുന്നതാണ്, വയനാട്ടിലോട്ട് സാധനങ്ങളൊന്നും എത്തിക്കേണ്ട, അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്, ഇനി ദുരിതാശ്വാസം എന്നും പറഞ്ഞ് ആരും അങ്ങോട്ടൊന്നും കൊടുത്തു വിടരുത് എന്നും പറഞ്ഞിട്ടൊരു പോസ്റ്റ് കണ്ടു. അപ്പോൾ അവർ കൺട്രോൾ റൂമിൽ വിളിച്ചു. ആ സമയത്ത് അങ്ങനെയല്ല, അവിടെ ഒരുപാട് സാധനങ്ങൾ ഇനിയും എത്തണം, എത്ര എത്തിയാലും മതിയാവില്ല, ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ച് അധികം എത്തിച്ചു കഴിഞ്ഞാലും അത് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായി വരുന്നില്ല എന്നും പറഞ്ഞിട്ട് എത്തിക്കണം എന്നും പറഞ്ഞിട്ടുള്ളൊരു നോട്ടാണ് ഞാൻ കേട്ടത് കേട്ടോ. ഒരുപാട് ആളുകളെ വോയിസ് കേട്ട് വയനാട്ടിലേക്ക് ഇപ്പോൾ സാധനങ്ങൾ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോർവേഡ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൺട്രോൾ റൂമിലേക്ക് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡെപ്യൂട്ടി കളക്ടറുടെ നമ്പറിലേക്ക്. അപ്പോൾ ആ സാറിന് പറഞ്ഞതനുസരിച്ചിട്ട് അവർക്കിപ്പം എല്ലാ സാധനങ്ങളും അത്യാവശ്യമാണ് കേട്ടോ. എന്താ പറയുക, അവർക്കിപ്പോൾ ഒന്നും വേണ്ടാത്തതായിട്ടില്ല, എല്ലാവരും റെസ്ക്യൂവിലാണ് ഉള്ളത് എന്നാണ് പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ടും ഒക്കെ അവർക്ക് സാധനങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിലുള്ള സാധനങ്ങളൊക്കെ അയച്ചോളാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. സംഭവം നിങ്ങൾ കേട്ടല്ലോ. അതായത് എത്ര എത്തിയാലും അവിടെ ഇപ്പം മതിയാവില്ല. അവിടുത്തെ അവസ്ഥ നമുക്ക് ആർക്കും അറിയില്ല. കുറേ ചാനലുകൾ നമ്മളിങ്ങനെ കാണുന്നു, സോഷ്യൽ മീഡിയാസിൽ നമ്മളത് കാണുന്നു. അതിൻ്റെ അപ്പുറത്തോട്ട് അവിടുത്തെ ഒരു അവസ്ഥയുടെ ഒരു ഭയാനകത നമുക്ക് ആർക്കും അറിയില്ല. റൂമിലിരുന്ന് സംസാരിക്കുന്ന എനിക്കും അറിയില്ല, നിങ്ങൾ ഫോണിലിരുന്ന് കേൾക്കുന്ന നിങ്ങൾക്കും അറിയില്ല. അപ്പം പറ്റുന്ന കാര്യം നിങ്ങളെ കൊണ്ട് എന്താണോ പറ്റുന്നത് അത് നിങ്ങൾ എത്തിക്കുക. എങ്ങനെയൊക്കെ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുമോ അത് ആ ലെവലിൽ നിങ്ങൾ എത്തിക്കുക. കുറച്ച് സാധനങ്ങൾ വേസ്റ്റ് ആയാലും കുഴപ്പമില്ല, അവിടുത്തെ അവസ്ഥ അങ്ങനെയുള്ളത്. ഇനി കഴിഞ്ഞ ദിവസം ഇന്നിപ്പോൾ രാത്രി കുറച്ച് മുമ്പ് 24 ന്യൂസും കൂടെ ഞാൻ കണ്ടു. അതായത് അവിടുത്തെ ആളുകൾ കുറച്ച് പറയുന്നുണ്ട്, വേണ്ട രീതിയിലല്ല അങ്ങോട്ട് സാധനങ്ങൾ എത്തുന്നത്, അവർ വിചാരിച്ച പോലെ അല്ല എന്നും പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസിൻ്റെ പോർഷനും കൂടെ കാണിക്കാം. മുണ്ടക്കൈ ടോപ്പിൽ ഫുള്ള് ബോഡിയാണ്. അവിടെ നമ്മളിപ്പോൾ അവിടെ നിന്ന് 18 ബോഡി, ഞങ്ങൾ 20 ബോഡി ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് എടുക്കണമെങ്കിൽ അവിടെ വെളിച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ ആളുകൾക്ക് എത്തിപ്പെടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അറ്റ്ലീസ്റ്റ് ഒരു വെളിച്ചം ഏറ്റവും വലിയ കാര്യം. ഇവർക്ക് അവിടെ പോകാൻ ഇപ്പോഴല്ലേ പറ്റിയതല്ലേ? ഞങ്ങള് സാധാരണക്കാർ മാത്രമേ അതിന്റെ മോട്ടുള്ളൂ, വേറെ റൗണ്ട് അടിച്ച് പോയതുള്ളൂ. ഇല്ലെന്ന് അവിടെ ആളില്ല. നിങ്ങൾ ഇല്ലാത്ത കാര്യം പറഞ്ഞ ആളില്ല. അവിടെ അവിടെ നമുക്ക് തർക്കത്തിലേക്ക് പോകാം. നമുക്ക് എന്താണ് അവിടുത്തെ നിങ്ങൾ കണ്ട ചിത്രം എന്താണ്? അവിടെ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ മാത്രമേ ഉള്ളൂ, വെളിച്ചമല്ല. ഞങ്ങൾക്ക് ഇനിയും ബോഡി അവിടെ നിന്ന് എടുക്കാനുണ്ട്. കാരണം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ ഭയങ്കര ഇരുട്ടാണ്. 5-5:30 സമയത്ത് ഞങ്ങൾ കയറ് ചോദിച്ചിട്ട് ആ കയർ അവരെടുത്തു പോയിട്ട് ഞങ്ങൾ വേറെ ആളെ കയർ വാങ്ങിയിട്ടാണ്. നമുക്ക് അവിടെ പരിക്കേറ്റ് ജീവനോടെ ഉണ്ടായിരുന്ന മുഴുവൻ പേരെയും കൊണ്ടുവരാൻ പറ്റില്ല. ജീവനല്ല ഉള്ളതൊക്കെ മയ്യത്ത ബോഡിയാണ്. എവിടെ തപ്പുന്നു അവിടെയൊക്കെ ബോഡിയാണ്, ഉള്ള ബോഡിയാണ്. 18 ബോഡി ഇപ്പോഴും അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ അവിടെ ആർമിയുമില്ല, ഒരാർമിയുമില്ല. ഈ മോഹൻലാലിന്റെ എസ്റ്റേറ്റിന്റെ അതിൽ താമസിക്കുന്ന 4 ആള് കാല് പിടിച്ച് കെഞ്ചി എന്നിട്ട് പോലും വിട്ടില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടുന്നാണ് ഇതാണ് പറയാനുള്ളത്. ഈ സഹോദരങ്ങൾ, നമ്മൾ ഈ കാണുന്ന ഇവരാണ് ഈ മുണ്ടക്കയിൽ ആദ്യമായി അവിടെ ദൗത്യത്തിന് എത്തിയത്. കാരണം അവരവിടെ കണ്ട കാഴ്ച അങ്ങേയറ്റം ഭയപ്പെടുത്തുന്നതാണ്. അവിടെ മൃതദേഹങ്ങൾ ആണുള്ളത്, അത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. പരിക്കേറ്റ കുറെ ആളുകളെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടെ ഈ പാലത്തിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അവിടെ മൃതദേഹങ്ങളുണ്ട്, അതിൽ വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട്. അവിടുത്തെ ഒരു യഥാർത്ഥ രാവിലെ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഒരാൾ അവിടെ ഇതുവരെ വന്നിട്ടില്ല. ഇവിടുന്ന് ഒരാളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. 3 മൃതദേഹങ്ങൾ അവിടെ തന്നെ വെച്ചു. ഒരാളെ ഈ കണ്ട ആളുകൾ മൊത്തം വരാൻ റെഡിയാണ്. അവിടുന്ന് കടത്തി വിടുന്നില്ല ഞങ്ങള്. നമുക്ക് രാത്രി പോകാൻ പറ്റുമോ? നമുക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റാത്ത അവസ്ഥയിൽ അവിടെ ഉണ്ട്. രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റാത്ത, കഴുത്ത് വരെ മൂടിയിട്ട് ചളി മൂടിയിട്ട് കഴുത്ത് വരെ ഉണ്ടായത്. നമുക്കത് പരിഹരിക്കണം. ഇവരോട് മിലിറ്ററിന്റെ ആൾക്കാർ, ഫയർഫോഴ്സിന്റെ ആൾക്കാർ പറഞ്ഞല്ലോ, നമ്മളാ കവുങ്ങ് വെട്ടിയിട്ട് അവിടെ പാലം മാറി നിർമ്മിച്ചിട്ട് നമ്മൾ കൊണ്ടുപോകാറുണ്ട്. സമ്മതിച്ചില്ല. ആരാ സമ്മതിക്കാതെ? പാലം നിർമ്മിക്കുന്നത്. ശരി. നമുക്ക് അത് നമുക്ക് ഈ തത്സമയം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ആ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നവർ, അവിടെ മരിച്ചവർ, അവരുടെ മൃതദേഹമൊക്കെ കൊണ്ടുവരേണ്ടത്. ഇവര് ഈ കാഴ്ച കണ്ടത് ഒരുപക്ഷെ നമ്മളുടെ ഹൃദയത്തിൽ തറയ്ക്കുന്ന മട്ടിലാണ് അവർ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അവിടെ മൃതദേഹം ഇങ്ങനെ കിടക്കുകയാണ്. ഇവർ പലതും അവിടെ ഏതോ സ്ഥലത്തേക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്, അത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. രാത്രി
ഈ പറഞ്ഞ ആളുകൾ പറഞ്ഞ് നിങ്ങൾ കേട്ടോ, അവർ പരസ്പരം അടിയുണ്ടാക്കുക എന്തോ, അതൊന്നും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. പക്ഷേ അവിടേക്ക് വെളിച്ചമല്ല, ഒരുപാട് അവിടെ ജീവനോട് ആരും ഇല്ല, ഉള്ള മൃതദേഹങ്ങൾ എടുത്ത് വരുന്ന അവർ പറയുന്നത്. 18 ബോഡി ഏതോ ഒരു വീട്ടിൽ കയറ്റി വെച്ചിട്ടുണ്ട്. എവിടെ കുഴിച്ചു കഴിഞ്ഞാലും ആൾക്കാരുടെ ബോഡിയാണ് കിട്ടുന്നത്. പടച്ചോനെ, ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് എന്താ അവസ്ഥ എന്നുള്ളത് നമ്മളെല്ലാവരും ചിന്തിക്കൂലേ? എന്താ പറയേണ്ട അറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നീ വെളിച്ചെത്തിക്കാൻ പറ്റുമെങ്കിൽ അത് എത്തിക്കുന്നവരെത്തിക്കി, അതല്ലെങ്കിൽ അവിടേക്ക് വല്ല വണ്ടിയോ സാധനമോ എന്തെങ്കിലുമൊക്കെ എത്തിക്കാൻ പറ്റുമെങ്കിൽ എത്തിക്കി. ചിലപ്പം ഈ മണ്ണിനടിയിലോ എവിടെയെങ്കിലുമൊക്കെ മരത്തിൻ്റെ പൊത്തിലോ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും ഒരാളെങ്കിലും ജീവനോടെ ഇരിപ്പുണ്ടെങ്കിൽ അതെടുത്ത് വരാലോ നമുക്ക് തിരിച്ചിട്ട്. അതല്ലാണ്ട് നമ്മൾ എല്ലാം ബോഡിയാന്നും പറഞ്ഞ് നിന്ന് അവിടേക്ക് വേണ്ട സഹായം എത്താതിരിക്കുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, അതായത് ഇന്ന് രാവിലെ നമ്മൾ കണ്ട ഒരാൾ മണ്ണിൽ ആഫോളം മണ്ണിൽ കിടക്കുന്ന ഒരാൾ 7 മണിക്കൂറോളം അയാൾ ആ വെള്ളത്തിൽ അങ്ങനെ കിടന്നത്. അതിനുശേഷം അയാളെ രക്ഷിച്ചു. അതുപോലെ അവിടെ എവിടെയെങ്കിലും ഒരാൾ ഒരു ജീവൻ ഉണ്ടെങ്കിൽ എത്തിക്കാൻ പറ്റുമെങ്കിൽ എത്തിക്കല്ലേ നമ്മൾ വേണ്ടത്. ബോഡിയാന്നും പറഞ്ഞ് നമ്മൾ ആ സ്ഥലത്തിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഒഴിവാക്കേണ്ട ഒരു കാര്യമില്ല. എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരു വീഡിയോ ചെയ്താക്കാൻ വേണ്ടിയിട്ടില്ല. ഇത് കണ്ടിട്ടെങ്കിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും അവിടെ എന്തെങ്കിലും എത്തിക്കാൻ പറ്റുമെങ്കിൽ അത് എത്തിക്കുക. ഒരാളെ ജീവെങ്കിലും രക്ഷിക്കാൻ പറ്റുമെങ്കിൽ അത് എത്തിക്കുക. അതല്ലാണ്ട് അതിൽ വേറൊന്നും ഡിസ്കസ് ചെയ്യാനും പറയാനും നമുക്കില്ല. കഷ്ടം. എന്തായാലും പടച്ചോൻ കാക്കട്ടെ, വേറൊന്നും പറയാനില്ല.